ഹലോ. ഇന്ന് നമ്മൾ ഇന്നലെ ചെയ്ത കഫ്താൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കുന്നുണ്ട്. അതായത് ഇന്നലെ നമ്മളൊരു 8 ഇഞ്ചിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. മാറ്റിയപ്പോൾ ആ 8 ഇഞ്ചിൻ്റെ വീതിയിൽ നിന്നാണ് നമ്മൾ 2 നാടയ്ക്കും അതേപോലെ തന്നെ ഉള്ളിൽ അറ്റാച്ച് ചെയ്യാനുള്ള തുണിക്കും കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കിനി പിന്നെ വേണ്ടത് നെക്കിൽ പിടിപ്പിക്കാൻ ക്രോസ് പീസാണ്. അപ്പോൾ ആ ക്രോസ് പീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ജോയിൻ ചെയ്യണത്. എന്നാലേ നമുക്കിതൊരു ക്രോസ് വേണ്ട ഒരു മെറ്റീരിയൽ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ നമുക്ക് മെറ്റീരിയൽ ഒട്ടും ഇല്ലാത്ത ഒരു സന്ദർഭങ്ങളിൽ ഞാനിങ്ങനെ ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു പീസാണെങ്കിൽ അതെല്ലാം കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു വലിയ പീസാക്കി എടുക്കും. എന്നിട്ട് നമ്മളത് ക്രോസ് ആയിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യണത്. പിന്നെ ആ ക്രോസ് നമ്മൾ എന്താ പറയുക, ജോയിൻറ്റ് വിട്ടു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നമുക്ക് നല്ലൊരു നീളത്തിൽ തന്നെയുള്ള ഒരു ക്രോസ് പീസായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ വേറെ പല മെത്തേഡും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ആയതുകൊണ്ടിട്ട് എനിക്ക് ഈ ഒരു മെത്തേഡേ വരുള്ളൂ എപ്പോഴും ചെയ്യാനായിട്ട്. ഞാൻ എപ്പോഴും നമ്മൾ വേറെയൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കും, പെട്ടെന്ന് ഏതെങ്കിലും ടിപ്സൊക്കെ ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ പോലും നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഈസി വേ മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്കിത് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നമുക്ക് നെക്കടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് പീസ് എല്ലാം നമുക്ക് ജോയിൻ ചെയ്ത് കറക്റ്റാക്കി വെക്കാം. അപ്പോൾ ഞാൻ നെക്കടിക്കുന്നതിന് പകരം നമ്മുടെ 4 സൈഡുണ്ട് അരികെല്ലാം നമുക്ക് അടിച്ചങ്ങ് ഫിനിഷ് ചെയ്ത് കളയാം. അതൊരു കുറച്ച് സമയം അങ്ങ് പിടിക്കുമല്ലോ അത് അടിച്ച് കളയാനായിട്ട്. അതടിച്ച് കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്കിലോട്ട് കയറാം. നെക്ക് നമുക്കറിയാലോ, ഷോൾഡർ ഇല്ല. ഒറ്റ റൗണ്ടിൽ തന്നെ നമുക്ക് ഈ നെക്ക് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഞാൻ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നാണ് നെക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ നിന്ന് ഇങ്ങനെ നെക്ക് സ്റ്റാർട്ട് ചെയ്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് തന്നെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ കൊണ്ടുപോയി എൻഡ് ചെയ്യും. എൻഡ് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് അങ്ങോട്ട് ജോയിൻ ചെയ്യും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് ഇങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വി വരുന്ന ഭാഗമില്ലേ, നമ്മളെടുത്തതിന് ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ ആ വി വരുന്ന ഭാഗത്ത് അവിടെ നമ്മൾ ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക. അതായത് ഒരു ചെറിയൊരു കൈ കൊണ്ട് ചുരുക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ ആ വി ഷേപ്പായിട്ട് തന്നെ വരുള്ളൂ. ചില ആൾക്കാർ ക്രോസ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. പക്ഷെ അങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളുടെ നെക്ക് പരന്നു പോകും, അല്ലെങ്കിൽ മലന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നെക്ക് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് എന്നിട്ട് ആ 2 ജോയിൻറ്റും കൂടി ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്യും. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും നെക്ക് ഈ കഫ്താന് ചെയ്യുന്നത്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അല്ലാതെ നമുക്ക് വേറൊരു മെത്തേഡില്ല, വേറൊരു വഴിയില്ല ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ നെക്ക് എൻ്റെ എഡ്ജെല്ലാം ചെറിയ കുഞ്ഞു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുക. നമുക്കിത് മറിഞ്ഞ് വരണമല്ലോ ഈ ഒരു നെക്ക്. അപ്പം നമുക്ക് ചെറിയ നോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. പതിച്ച് അടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പതിച്ചടിച്ചാൽ നെക്ക് ഇങ്ങനെ മലർന്നു പോകാതെ നേരെ നിൽക്കുള്ളൂ. നെക്ക് അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ചില ആൾക്കാർ ഇതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, പൈപ്പിംഗ് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ വീനെക്ക് മാത്രമല്ല, നമുക്ക് ഈ നെക്കിൽ എന്ത് നെക്ക് വേണേലും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ നെക്കുകളും ഒറ്റ കർവിൽ തന്നെ ഫിനിഷ് ആയിരിക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കഫ്താൻ്റെ നെക്ക് ഇങ്ങനെ ആദ്യമേ കട്ട് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേപ്പർ സ്റ്റിഫിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അങ്ങനെ തന്നെ പതിച്ചൊക്കെ മറിക്കാം. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വരാത്തത് കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യോക്ക് പീസിൻ്റെ അവിടെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ പീസ് പിടിപ്പിക്കാനായിട്ട്, അവിടെ പീസ് പിടിപ്പിച്ച് കൊടുക്കണേ കേട്ടോ. ഈ പീസ് ഇങ്ങനെ അങ്ങ് പിടിപ്പിച്ച് കൊടുക്കുക. നേരെ പിടിപ്പിക്കണ കാരണം ഞാൻ പറയട്ടെ. ഇപ്പോൾ നേരെയാണ്, ചുമ്മാ മടക്കാണ്ട് നേരെയാണ് പിടിപ്പിച്ചത്. എനിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു നേരെ പിടിപ്പിക്കാൻ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് മടക്കും. കണ്ടോ, ഉള്ളിലേക്ക് മടക്കും. അപ്പോൾ ഒരടിപ്പല്ലേ പുറത്ത് വരുള്ളൂ. ഒരടിപ്പല്ല, എന്തോ ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് മടക്കി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യമേ തന്നെ 2 സൈഡും ഇതുപോലെ എളുപ്പത്തിലൊരു പണിയുള്ളതെന്ന് വെച്ചാൽ, പെട്ടെന്ന് സ്റ്റിച്ചിങ് അറിയാൻ വയ്യ അല്ലെങ്കിൽ പെട്ടെന്ന് ഫിനിഷിങ് കിട്ടാത്ത ആൾക്കാർക്ക് ഈ ഒരു മെറ്റീരിയൽ 2 ഭാഗവും ആദ്യമേ തന്നെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ട്
വെച്ചങ്ങ് അടിച്ചാലും മതി, അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. സെയിം തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ മെറ്റീരിയൽ വെച്ച് കൊടുക്കാം. കണ്ടോ വരച്ചിട്ടേക്കുന്നത്, അവിടെ വരച്ചിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെ തന്നെ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെയിം തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ വെക്കും, നേരെ വെക്കും, അങ്ങോട്ട് മറിക്കും. അപ്പം നമ്മുടെ സംഭവം നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇപ്പം ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും ചെയ്യുന്നൊരു കാര്യമാണ്, എല്ലാവരും ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് സൈഡ് അടിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര മാത്രം വരച്ചിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ രണ്ട് സൈഡിലെ മെറ്റീരിയൽ ഒപ്പം വരണം. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി വള്ളി ഇടേണ്ടതാണ്. അപ്പോൾ രണ്ട് സൈഡും ഒപ്പം വരാനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ രണ്ട് സൈഡിലെയും നമ്മൾ പിടിപ്പിച്ച മെറ്റീരിയൽ രണ്ടും ഒപ്പം വെച്ചിട്ട് ഞാൻ അവിടെ ഒരു പിൻ ചെയ്ത് വെക്കും. പിൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഷോൾഡർ ഒപ്പമാക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഷോൾഡർ ഓൾറെഡി ഒപ്പമാണല്ലോ, പിന്നെ രണ്ടാമത് നമ്മളത് ഒപ്പമാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അതെല്ലാം അടിച്ച് ഫിനിഷ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആകെ ഓരോരോ കാര്യം, ഉള്ളിൽ നമ്മൾ വെച്ചേക്കുന്ന അടിച്ച് വെച്ചേക്കുന്ന ആ ക്ലോത്തും രണ്ട് സൈഡിലെയും ക്ലോത്ത് ഒരേപോലെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ സൈഡ് ഷേപ്പ് അടിക്കാനായിട്ട്. കാരണം അത്ര ഷേപ്പും കൂടെ അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞല്ലോ. കാരണം ഇതിൻ്റെ വേറെ വർക്കൊന്നുമില്ല. ഈ രണ്ട് സൈഡും ഒരേപോലെ വെച്ചിട്ട് ഷേപ്പ് ചരിച്ചടിക്കുക. കണ്ടോ, ഇങ്ങനെ അവസാനം എത്തുമ്പോൾ നല്ല സ്ലോപ്പിൽ അവിടെ വെച്ച് ക്രോസ് ചെയ്യുക, ഒരു 10 ഇഞ്ച് മേളിൽ കയറ്റി. കണ്ടോ, ഇങ്ങനെ തന്നെ അപ്പുറത്തെ സൈഡ് അടിച്ചു കൊടുക്കുക. ഒപ്പം വെച്ച് നമ്മൾ ഉള്ളിലത്തെ രണ്ട് മെറ്റീരിയൽ ഒപ്പം വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ കഫ്താൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വള്ളി അടിച്ചിട്ടില്ല, നമ്മൾ വള്ളിയും കൂടെ അടിക്കുക. വള്ളി അടിച്ചിട്ട് നമ്മുടെ ഇതേ സെൻറ്റർ പോയിൻ്റ് ഇട്ട് കൊടുക്കണം. നെക്കിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക. ചില ആൾക്കാർ ആദ്യമേ തന്നെ നോട്ട് ഇട്ടിട്ട് തയ്ച്ചൊക്കെ വെക്കാറുണ്ട്. ഞാൻ അങ്ങനത്തെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കതേ ഫിനിഷായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടി നിർത്തി. കാരണം ഒരു പീസ് വെച്ചിട്ട് ഉള്ളിൽ മറച്ച് വെച്ച് അടിച്ച് വെച്ച് അതൊന്നും നടക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ വള്ളി അടിച്ച് വേഗം അടിച്ചെടുത്തിട്ട് പിന്നെ പണിയൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു പിന്നെടുക്കാം. നമ്മൾ ചെയ്ത ആ ഒരു നോട്ടിൽ കൂടി സംഭവം വലിച്ചുള്ളിലേക്ക് പുറത്തെടുക്കാം. പിന്നെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിൻ ചെയ്തിട്ട് നമ്മൾ ഈ നോട്ടിടുക. ആ നോട്ടിട്ടല്ലോ, ആ നോട്ടിട്ട അതിൽ കൂടി നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുമല്ലോ. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, നമ്മൾ ആ മെറ്റീരിയലിൻ്റെ അവിടെ അടി വന്നിട്ടുണ്ടാവും. ചിലത് കറക്റ്റ് ആണെങ്കിൽ അടി വരില്ല, അല്ലെങ്കിൽ നമ്മൾ ആ മെറ്റീരിയൽ മേളിൽ കൂടിയും നമ്മൾ സൈഡ് ഷേപ്പ് ചെയ്തപ്പോഴത്തേക്കും അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയും ഇതുപോലെ ചെറുതായിട്ട് വെട്ടിക്കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കറക്കി ഈ സംഭവം എടുത്തു കൊടുക്കുക. കാരണം അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും അല്ലാണ്ട് ഗ്യാപ്പ് ഇടരുത്, എപ്പോഴും കറക്റ്റായിരിക്കണം. ഷേപ്പ് കറക്റ്റ് ആവണമെങ്കിൽ നമ്മുടെ ആ സൈഡിലും കൂടി ഇതുപോലെ ഈ ത്രെഡ് കയറി ഇറങ്ങിപ്പോയാൽ നമ്മുടെ കഫ്താൻ്റെ ഷേപ്പ് കറക്റ്റ് ആവുള്ളൂ. ചില ആൾക്കാർ അതായത് റെഡിമെയ്ഡിലൊക്കെ കാണാറുണ്ട്, ഫ്രണ്ടിൽ മാത്രം പട്ട വയ്ക്കും, ബാക്കിലും കുറച്ച് സൈഡ് പട്ട വെച്ചിട്ട് അത്രയും മാത്രം ഈ നാടിട്ട് കൊടുക്കും. നമ്മൾ വലിച്ച് മുറുക്കി കിട്ടുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ടൈറ്റായിന്ന്. പക്ഷേ ഈ രണ്ട് സൈഡിലും ഇത് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സൈഡിലെ ഷേപ്പ് ഒരിക്കലും കറക്റ്റാവില്ല. സൈഡിലെ ഷേപ്പ് കറക്റ്റ് ആവണമെങ്കിൽ സൈഡിലും കൂടി ഈ ഒരു തുണി എത്തണം. അതിൻ്റെ ഉള്ളിൽ അത്രയും വരെ നമ്മൾ കറക്റ്റായിട്ട് നാടിയിട്ടാലേ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ കഫ്താൻ ഇതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് ഈ ഒരു ഫിഗറിൽ നമുക്ക് കഫ്താൻ നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഷേപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മഞ്ഞ യെല്ലോയും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ടും പിന്നെ വരാം. ബായ്.